കഴിഞ്ഞ കുറച്ച് ദിവസമായി ചില ദേശീയ മാധ്യമങ്ങളും മലയാളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളുമടക്കം ഒരു വാർത്ത നിരന്തരമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നു. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം BJPക്ക് ഈ പറയുന്ന സീറ്റുകൾ ലഭിക്കില്ല, BJPക്ക് ആശങ്ക, BJPയുടെ സീറ്റുകൾ കുറയുന്നു. ഈ വാർത്ത ആദ്യമായി, ഈ ഒരു റിപ്പോർട്ട് ആദ്യമായി നൽകിയത് ദ ഹിന്ദു എന്ന പത്രമാണ്. ഹിന്ദുവിനെക്കുറിച്ച് പൊതുവിൽ വലതുപക്ഷക്കാർ പറയുന്നത് ഇംഗ്ലീഷിലെ ദേശാഭിമാനി എന്നാണ്. എന്തുവായിക്കൊള്ളട്ടെ, ഹിന്ദുവിൻ്റെ വാർത്ത വരുന്നു, അതിന് തൊട്ടു പിന്നാലെ ഹിന്ദുവിൻ്റെ വാർത്തയുടെ ചുവട് പിടിച്ച് അതിനെ പീസാക്കി പല മാധ്യമങ്ങളും നൽകുന്നു, പല ആഖ്യാനങ്ങൾ നൽകുന്നു, പല രീതിയിൽ നൽകുന്നു. അവരെല്ലാം പൊതുവെ പറയുന്ന കാര്യം BJPക്ക് ഈ പറയുന്ന സീറ്റുകളൊന്നും ലഭിക്കില്ല, BJP പറയുന്ന പോലെ ഒരു ഹൈപ്പിലേക്ക് BJP പോകില്ല എന്നാണ് അത് ആ വാർത്തയിൽ പറയുന്നത്. സ്വാഭാവികമായിട്ട് ഈ വാർത്തയാണ് വളരെയധികം സർക്കുലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത. പക്ഷേ പ്രേക്ഷകർ അറിഞ്ഞോ എന്നറിയില്ല, ഇതിനോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടി വന്നിരുന്നു. സൗത്ത് ഇന്ത്യയിലാണത് ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയ വാർത്ത. ഇന്ന് 3 മണിക്ക് ഞങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളം എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ ആ വാർത്ത സമഗ്രമായി തന്നെ നൽകിയിട്ടുണ്ട്. ആ വാർത്ത എന്താണെന്നും കൂടി നിങ്ങൾ അറിയണം. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ലീഡിംഗ് പത്രമാണ് ദൈനിക് ഭാസ്കർ എന്ന് പറയും. അതായത് ഒരു വലിയ സർക്കുലേഷനുള്ള ഹിന്ദി ഹൃദയഭൂമിയിലടക്കം സർക്കുലേഷനുള്ള പത്രമാണ് ദൈനിക് ഭാസ്കർ. ഈ ദൈനിക് ഭാസ്കർ ഒരു നീൽസൺ ഗ്രൂപ്പുമായി ചേർന്നുകൊണ്ട് ഒരു സർവേ നടത്തി എന്നതാണ് ദക്ഷിണേന്ത്യയിൽ ഈ ദൈനിക് ഭാസ്കറിൻ്റെ തലക്കെട്ടോടുകൂടിയ പത്ര ക്ലിപ്പിംഗ്സോടുകൂടി ഒരു വാർത്ത പരക്കുന്നുണ്ട്. ആ വാർത്തയിൽ ഈ ദൈനിക് ഭാസ്കറും നീൽസൺ ഗ്രൂപ്പും നടത്തിയ ഒരു സർവേയാണ് ആ വാർത്തയുടെ ഹൈലൈറ്റ്. ഈ വാർത്ത പ്രചരിപ്പിച്ചത് ചെറിയ ആളുകളോ ഇല്ലെങ്കിൽ കൂലിത്തൊഴിലാളികളോ ഇല്ലെങ്കിൽ സൈബർ പോരാളികളോ ഒന്നുമല്ല, കോൺഗ്രസിൻ്റെ തന്നെ തലതൊട്ട നേതാക്കന്മാർ തന്നെ. അതിൽ പ്രധാനി ഈ ദക്ഷിണേന്ത്യൻ സെല്ലിൻ്റെ ചെയർപേഴ്സണും മഹാരാഷ്ട്ര കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗവുമായ ലക്ഷ്മി നായരാണ് ആദ്യം ഈ പോസ്റ്റ് ഇടുന്നത്. അതിനുശേഷം ഹൈദരാബാദിൻ്റെ DCC അധ്യക്ഷന്മാർ ഈ പോസ്റ്റ് ഷെയർ ചെയ്തു, കോൺഗ്രസ് വ്യാപകമായി ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു കൗതുകകരമായ കാര്യമുണ്ട്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന INDA മുന്നണി 336 സീറ്റ് നേടും, BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി 194 സീറ്റുകൾ നേടും, മറ്റുള്ളവർ 23 സീറ്റ് നേടും എന്നുള്ളത് സമഗ്രമായ ഒരു സർവേയാണ്. അതായത് ദൈനിക് ഭാസ്കറിൻ്റെ ക്ലിപ്പിംഗ്സ് ഉൾപ്പെടെ വെച്ചിട്ടാണ് ആ വാർത്ത പോയിരിക്കുന്നത്. പക്ഷേ ഈ വാർത്ത വലിയ രീതിയിൽ പ്രചരണം ലഭിച്ചു, വലിയ രീതിയിൽ ഷെയറിംഗ് ഉണ്ടായി. ആ വാർത്തയിൽ പറയുന്നത് BJP മഹാരാഷ്ട്രയിലും ബംഗാളിലും ഗോവയിലും തൂത്തറിയപ്പെടും, ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാകും എന്നൊക്കെയാണ് അതിൽ താഴോട്ട് ആ റിപ്പോർട്ട് പറയുന്നത്. പക്ഷേ ഈ വാർത്ത ഏപ്രിൽ 13 ആണ് ദൈനിക് ഭാസ്കർ പ്രസിദ്ധീകരിച്ചത്. അവരുടെ സർവേ ആണെന്ന് പറഞ്ഞിട്ട് അതിന് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടതെങ്കിൽ 13-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് ദൈനിക് ഭാസ്കർ ഒരു ട്വീറ്റ് ചെയ്തു. അവർ പറഞ്ഞത് തങ്ങൾ ഇത്തരത്തിലൊരു സർവേ നടത്തിയിട്ടില്ല, ഏതായാലും നിയമ നടപടി ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്ന്. എന്തുകൊണ്ടാണ് ഞാൻ ഈ 2 വാർത്തയും നിങ്ങളോട് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 വാർത്ത ബന്ധമുണ്ട്. പ്രത്യക്ഷത്തിൽ നമുക്ക് ബന്ധം തോന്നില്ല. അതായത് ആദ്യം വാർത്ത പുറത്തു വരുന്നു, അത് BJPക്ക് ക്ഷീണമാണ്, BJP പറയുന്ന സീറ്റുകളൊന്നും BJPക്ക് കിട്ടത്തില്ല, BJP പലയിടത്തും തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, BJPക്ക് ഉള്ളിൽ ഭയങ്കര ആശങ്കയാണ്, അവർക്ക് മുന്നേറാൻ കഴിയുന്നില്ല എന്നൊരു വാർത്ത വരുന്നു. ഹിന്ദുവിൽ വരുന്നു. അതിനെ ചുവട് പിടിച്ചിട്ട് മറ്റു മാധ്യമങ്ങളിലെല്ലാം ഈ വാർത്ത വരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ദൈനിക് ഭാസ്കറിൻ്റെ ഈ സർവേ വരുന്നത്. അവർ പോലും ചിന്തിക്കാത്തൊരു സർവേ അവരുടെ പേരിൽ പുറത്തിറങ്ങുന്നു. അതായത് കാലാകാലങ്ങളിൽ നമ്മളുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഈ മാധ്യമങ്ങൾക്ക് വലിയ സ്വാധീനം ഉണ്ട്. ഈ മാധ്യമങ്ങളുടെ സ്വാധീനം ആദ്യകാലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ പണം കൊടുത്ത് നൽകിയിരുന്നെങ്കിൽ പിന്നീട് രാഷ്ട്രീയ പാർട്ടികൾക്ക് പണമില്ലാതെ വരികയും ഇതിൻ്റെ ഒരു സ്പോൺസർഷിപ്പ് മറ്റ് വിദേശ രാജ്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. കാനഡ, ചൈന, മറ്റു രാജ്യങ്ങൾ. പാകിസ്ഥാനെ കുറ്റപ്പെടുത്തരുത്, കാരണം അവർ പാപ്പരായിട്ടിരിക്കുന്നുണ്ട്, അവരിതിൽ പണം മുടക്കുന്നില്ല. പകരം ചൈന, കാനഡ, അങ്ങനെ മറ്റ് വിദേശ രാജ്യങ്ങളെല്ലാം, കാരണം അവർക്ക് എല്ലാ വിദേശ രാജ്യങ്ങളും ഇന്ത്യയുടെ വളർച്ച അതെക്കാലവും തടയിടാൻ വേണ്ടിയിട്ട്, അതായത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഇന്ദിരാഗാന്ധിയുടെ കാലത്തും ഇതുണ്ടായിരുന്നു, തടയിടാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആ ഭരണകൂടത്തെ വലിച്ചു താഴെയിടും. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ താഴെ വീഴണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. കാരണം അവരുമായിട്ടുള്ള വ്യാപാര കരാറിൽ അവർ പറയുന്നത് പോലെ നിൽക്കുന്ന ഒരു ഭരണാധികാരിയാണ് ഏത് രാജ്യവും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നീങ്ങുന്നവരുണ്ട്. അതിലൊരു പക്ഷേ അമേരിക്കയിലുള്ള ഒരു വിഭാഗം രാഷ്ട്രീയ നേതാക്കന്മാരോ ഭരണാധികാരികളോ ഉണ്ടായേക്കാം. അത്തരത്തിൽ പോലും കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ഈ മാധ്യമങ്ങളെ വിലക്കെടുക്കുക എന്നുള്ളത് ഒരു പുതിയ സംഭവമല്ല. അതിന് വഴങ്ങിക്കൊടുക്കുന്ന മാധ്യമങ്ങൾ 95% രാജ്യമാണ് ഇന്ത്യ. ഇതൊക്കെ നാം കണ്ടിട്ടുള്ളതാണ്. കാരണം ചൈനയുടെ പോലും അവരുടെ വാർത്തകളും അല്ലെങ്കിൽ അവരുടെ പരസ്യങ്ങൾ വലിയ രീതിയിൽ തന്നെ അച്ചടിച്ച് വരാൻ നമുക്ക് യാതൊരു മടിയുമില്ല. കാരണം അതിൽ തെറ്റ് പറയാൻ കഴിയില്ല. കാരണം മാധ്യമ സ്ഥാപനങ്ങൾ എപ്പോഴും പുണ്യപ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടല്ല നിലകൊള്ളുന്നത്, ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുമല്ല നിലകൊള്ളുന്നത്. കാരണം അതിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കണം, ആ സ്ഥാപനം മുൻപോട്ട് പോകണം. വലിയ സാമ്പത്തിക ബാധ്യത തന്നെയാണ് എല്ലാ മാധ്യമ സ്ഥാപനത്തിനും ഉള്ളത്. അങ്ങനെ വലിയ രീതിയിൽ ഗതിപിടിച്ച മാധ്യമ സ്ഥാപനങ്ങളൊക്കെ വളരെ കുറവാണ്. നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. വളരെ ചുരുക്കം ചില മാധ്യമ സ്ഥാപനങ്ങളൊക്കെ ഉള്ളൂ അത്യാവശ്യം പൈസയൊക്കെ
ആയിട്ട് പോകുന്നത്. ബാക്കിയുള്ള പ്രത്യേകിച്ച് ഈ വാർത്താധിഷ്ഠിതമായ ചാനലുകളെല്ലാം തന്നെ വലിയ നഷ്ടം തന്നെയാണ് എല്ലാ കാലത്തും ഉള്ളത്. പക്ഷേ അതിനകത്ത് പ്രവർത്തിക്കുന്നവരുടെ ആ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കണം എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് പല ചാനലുകളും മുമ്പോട്ട് പോകുന്നത്, വളരെ കഷ്ടപ്പെട്ടാണെങ്കിൽ പോയി. അപ്പോൾ സ്വാഭാവികമായി ഇത്തരം ഫണ്ടുകൾ വാങ്ങിയെടുക്കുന്നതിനകത്ത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഏതായാലും ഈ 2 വാർത്തകൾ ഞാൻ പറഞ്ഞത്, ഈ 2 വാർത്തകൾ റിലേറ്റഡ് ആണ്. ആദ്യം ഒരു വാർത്ത വരുന്നു, അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം BJP തകർന്നു, BJP പ്രതീക്ഷിക്കുന്നു സീറ്റുകൾ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് പിന്നാലെ ദൈനിക് ഭാസ്കറിൻ്റെ ക്ലിപ്പിംഗ്സ് ഉൾപ്പെടെ അല്ലെങ്കിൽ അവരുടെ ഹെഡിങ്സ് ഉൾപ്പെടെ വെച്ചിട്ടൊരു വാർത്ത വരുന്നു. INDA മുന്നണി മുന്നേറുന്നു, 336 സീറ്റ് ലഭിക്കുമെന്ന് പറയും. ഇത് ക്ലബ് ചെയ്തിട്ട് വരുന്ന ഒരു വാർത്തയാണ്. അതായത് മറ്റൊരു ആരോപണവും BJPക്കെതിരെ ഉയർത്താനില്ലാത്തപ്പോൾ മാനസികമായി തന്നെ ഡൗൺ ചെയ്യിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇനി ഈ വാർത്തയിൽ കഴമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ കഴമ്പുണ്ടാകാം. നമുക്ക് അതിനകത്ത് ചില കാര്യങ്ങൾ പറയുന്നതിൽ കഴമ്പുണ്ടാകും. കാരണം വാർത്തകൾ സത്യസന്ധമാണെന്ന് തോന്നണമെങ്കിൽ അതിൽ കുറേ ലോജിക്കുകൾ ആവശ്യമാണ്. അതിലവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഹരിയാനയിൽ സീറ്റ് കുറയുമെന്നുള്ള കാര്യം. തത്വത്തിൽ ഞാനും അത് അംഗീകരിക്കുന്നു. ഹരിയാനയിൽ സീറ്റ് കുറയും. 10 സീറ്റായിരുന്നു, 10ൽ 10ഉമായിരുന്നു BJP ഹരിയാന നേടിയെങ്കിൽ ഇത്തവണ അത്ര സീറ്റ് നേടുകയില്ല. 2 രാജസ്ഥാൻ സീറ്റ് കുറയും എന്ന് ഈ പത്രങ്ങൾ ഈ സർവേകൾ പറയുന്നില്ല, ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. അതിനകത്ത് എത്രത്തോളം വാസ്തവമുണ്ടെന്നറിയില്ല. ഹരിയാന സംബന്ധിച്ച് മുൻപ് തന്നെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഹരിയാന സീറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. അത് കർഷക സമരമല്ല അതിൻ്റെ കാരണം. അവിടെ ഈ ദുഷ്യന്ത് ചൗട്ടാല എന്ന് പറയുന്ന ചൗട്ടാലയുടെ കൊച്ചുമകൻ്റെ പാർട്ടിയുമായി ചേർന്നാണ് BJP ഭരിക്കുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കാനും ദുഷ്യന്ത് ചൗട്ടാലയുടെ പാർട്ടി, അതായത് സഖ്യകക്ഷിക്ക് ഒരു സീറ്റ് പോലും കൊടുക്കാൻ BJP തയ്യാറായില്ല. അപ്പോഴേ നമുക്കറിയാം അത് ജാട്ടുകളുടെ പാർട്ടിയാണ്. ഈ JPP എന്ന് പറയുന്ന ആ പാർട്ടിക്കാരുടെ പിന്തുണയില്ല എന്നുണ്ടെങ്കിൽ 10ൽ 10 നേടുക അസാധ്യമായ ഒരു കാര്യവുമാണ്. പക്ഷേ BJP അവർക്ക് സീറ്റ് കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഈ വാർത്തയിൽ അടിസ്ഥാനമില്ലേ എന്ന് വെച്ചാൽ അടിസ്ഥാനമുണ്ട്. പക്ഷേ രാജസ്ഥാനിലെ കാര്യം അറിയില്ല. പക്ഷേ BJPക്ക് സീറ്റ് കുറയുകയും കൂടുകയും ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ കൂടുന്നതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ടുമില്ല. ഏതായാലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന BJPയുടെ ഇന്ത്യൻ സർവേ, മറ്റ് ചില സർവേകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ സീറ്റ് നില ഇന്ത്യയിലെ ഇപ്പോൾ BJPക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ BJPക്ക് അല്ലെങ്കിൽ BJP നേതൃത്വം നൽകി NDAക്ക് കിട്ടുന്ന സീറ്റുകളുടെ ഒരു ചെറിയ താരതമ്യമാണ്. ഞാൻ വിശദമായിട്ട് പോകുന്നില്ല, കാരണം അത് കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ചെയ്തിരുന്ന കാര്യമാണ്. ഏതായാലും നമുക്ക് ചെറുതായിട്ടൊന്ന് പോകാം. ഉത്തർപ്രദേശിൽ 2019 തെരഞ്ഞെടുപ്പിൽ BJPക്കും സഖ്യകക്ഷികൾക്കും കൂടി ലഭിച്ചത് 64 സീറ്റാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സർവേ പ്രകാരം അത് 73 തൊട്ട് 77 സീറ്റാണ്. ഏതാണ്ട് 10 സീറ്റിന് മുകളിൽ അധികം UP നിന്ന് മാത്രം ലഭിക്കുന്നുണ്ട്. ഇവർ ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ UP പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി നമ്മൾ പോയി വരുമ്പോൾ മഹാരാഷ്ട്രയിൽ അവർക്ക് കഴിഞ്ഞ തവണത്തെ നേട്ടം ഒരുപക്ഷെ ഉണ്ടാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ബീഹാറിൽ ചിലപ്പോൾ അവർക്ക് ഒരു സീറ്റ് കുറഞ്ഞേക്കാം. പക്ഷേ സീറ്റ് കുറയുന്നതിൽ സർവേയിൽ പറയുന്നില്ല എങ്കിൽ പോലും ഇവിടെ നമുക്ക് കർണാടകത്തിൽ അവർക്ക് സീറ്റ് കുറഞ്ഞേക്കാം. കഴിഞ്ഞ തവണത്തേക്കാൾ 1, 2, 3 സീറ്റുകൾ അവർക്ക് കുറഞ്ഞേക്കാം. പക്ഷേ വെസ്റ്റ് ബംഗാളിൽ 18ൽ നിന്ന് അവർ 22, 27 ആയി ഉയരുമെന്നാണ് എല്ലാ സർവേകളിലും ഏകദേശം പറഞ്ഞു വരുന്നത് തന്നെ. അത് അവരെ സംബന്ധിച്ച് വലിയ ഒരു നേട്ടം തന്നെ. അതുപോലെ ഒഡീഷ 8 സീറ്റ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് അവരിപ്പോൾ പ്രവചിക്കുന്നത് 16 സീറ്റ് വരെയാണ്. അതായത് ഡബിളാണ് പ്രവചിക്കുന്നത്. ഇത് നേട്ടമാണ്. അതായത് ഒരിടത്ത് സീറ്റ് കുറയുമ്പോൾ സ്വാഭാവികമായും മറ്റൊരിടത്ത് വലിയ രീതിയിൽ സീറ്റുകൾ വർദ്ധിക്കുന്നുണ്ട്. അത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ഈ വാർത്തകളൊന്നും ഇത്തരത്തിൽ എങ്ങും കാണുന്നില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു പോയിന്റ് ചെയ്യേണ്ടി വന്നത്. മറ്റൊന്ന് ഈ പറയുന്നത് ഹരിയാനയിലും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു സീറ്റിൻ്റെ എണ്ണം കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സീറ്റ് വർദ്ധിക്കുന്ന മറ്റൊരു സ്ഥലമാണ് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ച് BJP വട്ടപൂജ്യമാണ്, 0 ആണ് അവിടുത്തെ സീറ്റ്. അവിടെ ഇപ്രാവശ്യം അവർ TDP ജനസേനയുമായി ചേർന്നാണ് മത്സരിക്കുന്നത്. അവിടെ 14 to 17 സീറ്റ് ആ മുന്നണി NDA മുന്നണി നേടുക എന്ന് പറഞ്ഞാൽ 0യിൽ നിന്ന് അവർക്ക് കിട്ടുന്ന 17 സീറ്റാണ്. അതൊരു ഉയർച്ച തന്നെയാണ്. കൂടുകയല്ല ചെയ്യുന്നത്, പുതിയതായി ലഭിക്കുകയാണ് അവർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ ലഭിക്കുന്ന സീറ്റുകൾ, അതായത് ഇവർ ഈ പറയുന്ന സീറ്റ് കുറയുമെന്ന് പറയുന്ന സംസ്ഥാനത്ത് സീറ്റ് കുറയും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കും വലിയ സംശയങ്ങളൊന്നും തന്നെ ഇല്ല. ഹരിയാനയിൽ സീറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. മഹാരാഷ്ട്രയിൽ 1, 2 സീറ്റുകൾ കുറയാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ബീഹാറിൽ കഴിഞ്ഞ തവണത്തെ നേട്ടം ഉണ്ടാക്കില്ല, ചിലപ്പോൾ 1, 2 സീറ്റുകൾ കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ അവർക്ക് കുറഞ്ഞ UPയിൽ അവർ വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഒന്നുമില്ലാതിരുന്ന ആന്ധ്രയിൽ അവർ വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട്. ഒഡീഷയിൽ അവർ ഡബിൾ ആകുന്നുണ്ട്. ബംഗാളിൽ അവർക്ക് വലിയ സീറ്റിൻ്റെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. വടക്കിഴക്കൻ സംസ്ഥാനത്തിൽ ഏതാണ്ട് ഒരു 5 സീറ്റിൻ്റെ മുകളിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നു. അപ്പോൾ പലയിടത്തും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നു. ഇവിടെ ഞാൻ തമിഴ്നാടും കേരളവും ഒന്നും ഞാൻ ഇതിൽ പരാമർശിച്ചിട്ട് പോലുമില്ല. ഇവിടങ്ങളിൽ സീറ്റ് കിട്ടുകയാണ്, അത് അഡീഷണൽ ബോണസായിട്ട് തന്നെ ഞാൻ പറയുന്നുള്ളൂ. ഏതായാലും മാധ്യമങ്ങൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പടച്ചുവിടുന്ന വാർത്തകളെ യാഥാർത്ഥ്യം പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു അനാലിസിസ് ഇവിടെ ചെയ്തത്. സാധാരണഗതി മാധ്യമങ്ങൾ ചെയ്യുന്ന പണി തന്നെയാണിത്. ആദ്യം ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും ഒരു മാധ്യമം, അതിനെ ചുവട് പിടിച്ചുകൊണ്ട് അനവധി മാധ്യമങ്ങൾ അതിൻ്റെ അനാലിസിസും പലതരത്തിലുള്ള റിപ്പോർട്ടുകളും അതിൻ്റെ ഒരു ഫ്ലേവറിൽ തന്നെ പുറത്തിറക്കും. ഏറ്റവും ഒടുവിൽ സർവേ പോലൊരു സാധനം പുറത്തിറക്കും. അത് തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പക്ഷേ ഈ സർവേയുടെ കാര്യം പറയുന്നവരോട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: UPയിലെ കാര്യം നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? ബംഗാളിലെ കാര്യം നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? അതുപോലെ തന്നെ ഒഡീഷയിലെ കാര്യം നിങ്ങൾ പറയുന്നില്ല. ആന്ധ്രയിലെ കാര്യം നിങ്ങൾ പറയുന്നത്. തെലങ്കാനയിലെ സീറ്റ് 8 to 10 4 സീറ്റ് ഉണ്ടായിരുന്നിടത്ത് 8 to 10 എല്ലാ സർവേകളിലും ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് എങ്ങനെയാണ് സീറ്റ് കുറയുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഇനി ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ അവരുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ ചിലപ്പോൾ രാജിവെക്കുമായിരിക്കും, മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ സീറ്റ് കുറയാനുള്ള സാധ്യത കാണുന്നുള്ളൂ. അതല്ല
അല്ലാതെ നിലവിലത്തെ സാഹചര്യത്തിൽ BJPക്ക് സീറ്റ് വർദ്ധിക്കാനാണ് സാധ്യത കൂടുതൽ, കുറയാൻ സാധ്യതയില്ല. ഒരുപക്ഷേ ഇത്തരം വാർത്തകൾ കേരളത്തിൽ കുറച്ച് മൈലേജ് ഉണ്ടാക്കുമായിരിക്കാം, ഇല്ലെങ്കിൽ കേരളത്തിൽ തളർന്നു കുത്തി വിഷമിച്ചിരിക്കുന്നവർക്ക് ഒരു ആശ്വാസം കിട്ടുന്നെങ്കിൽ ആയിക്കോളൂ, വിരോധമില്ല. ഇത് തന്നെയാണ് മിസ്സിനെ പോയിന്റ്. നന്ദി, നമസ്കാരം.